ഹലോ ഗൈസ്, സായി കുഞ്ഞായിരിക്കുമ്പോഴുള്ള സൈക്കിളാണിത്. അന്നിത് മേടിക്കുമ്പോഴും അമ്മയും ഞാനും എല്ലാവരും ഈ സൈക്കിൾ ഓടിക്കും കേട്ടോ. വർഷങ്ങൾക്ക് ശേഷം ട്യൂഷന് കുട്ടികളെല്ലാം സൈക്കിളിന് വരുമ്പോൾ ആദ്യക്ക് മാത്രം സൈക്കിൾ ഇല്ലാത്തതുകൊണ്ട് ഒന്നുകൂടെ നന്നാക്കി പൊടിതട്ടി എടുത്തതാണ്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഈ സൈക്കിൾ ഓടിക്കലാണ്. അങ്ങനെ പിന്നെ ഒരു അവധി ദിവസം ആയതുകൊണ്ട് വീട്ടിലെല്ലാവരും ഉള്ളതുകൊണ്ട് കുരുമുളക് അങ്ങ് പറിച്ചേക്കാന്ന് ഓർത്തു. അച്ഛൻ ഒരാളുടെ ആഗ്രഹത്തിൽ നട്ടുപിടിപ്പിച്ചതാണിത്. അതിനുവേണ്ടി മാത്രമായിട്ട് അടയ്ക്കാമരം വെച്ച് പിടിപ്പിച്ചതും തൈ നട്ടതും എല്ലാം അച്ഛൻ തന്നെയാണ്. ഇപ്പോൾ കുരുമുളക് പടർന്ന് മരം നമുക്ക് 2 എണ്ണമായിട്ടുണ്ട് വീട്ടിൽ. നമ്മുടെ മാവിൽ ഇപ്രാവശ്യം നല്ല രീതിക്ക് പടർന്ന് കുരുമുളക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി നേരം എടുത്തു അത് പറിച്ചിട്ടാനും പറക്കിയെടുക്കാനും. സായിനും കയറി പറിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ ട്രെയിനിങ് അവൾക്ക് കൊടുത്തിട്ട് ഏറ്റവും മുകളിൽ ഞാൻ തന്നെ കയറിയിട്ടോ. അങ്ങനെ ഇത്രയും കുരുമുളക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാങ്ങയും പറിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കോൾഡും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഇന്ന് ചുമച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സായു ഫുഡ് അടിക്കാൻ പോയിട്ടോ. രാവിലെ തൊട്ട് ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് അവൾ എത്തിയത് ഉച്ചയ്ക്കാണ്. വൈകിട്ട് എവിടേക്കോ പോകാനുള്ളതുകൊണ്ട് വേഗം പോയി ഫുഡ് കഴിക്കുന്നൊക്കെ പറഞ്ഞ് വേഗം അവൾ അകത്തോട്ട് കയറ്റി. ആ നേരം കൊണ്ട് അമ്മയും ഞാനും കൂടെ മുറ്റെല്ലാം അടിച്ച് വൃത്തിയാക്കി ഞാൻ നേരെ നനക്കാനിറങ്ങി. ഞാനാണ് ചെടി നനക്കണതെങ്കിൽ വീട്ടിൽ അച്ഛന് ടെൻഷനാണ്, വെള്ളം തീരുമെന്നും പറഞ്ഞ്. കാരണം എനിക്ക് ചെടിയുടെ ചോട്ടിൽ മാത്രം വെള്ളം കണ്ടാൽ പോരട്ടോ, എനിക്ക് ഇങ്ങനെ ചെടി നനഞ്ഞ് വെള്ളത്തുള്ളിയൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഒരു സെറ്റാക്കി വെച്ചിരുന്ന ബെഡ് നമ്മുടെ വീടിൻ്റെ മുറ്റത്തുണ്ടായിരുന്നു. അവിടെ നമ്മൾ കുമ്മായൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കൃഷിഭവനിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന തൈ അവിടെ വെക്കാമെന്ന് ഓർത്തു. അങ്ങനെ കുഴിയെടുത്ത് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഏതാണ്ട് നമ്മുടെ ഒരു 4 വഴുതനങ്ങയുടെ തൈയോളം മുറ്റത്ത് വെക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ നട്ട് നനച്ച് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ യുദ്ധം നേരെ വീടിൻ്റെ പുറകിലോട്ടാക്കി. അവിടെയും യൂസ് ചെയ്യാതെ കിടക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് നമുക്കൊന്ന് ചെറിയൊരു ബെഡൊക്കെ ആക്കി സെറ്റ് ചെയ്തെടുക്കാനുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ചീര ഓൾറെഡി പാകാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മുളച്ചതൊക്കെ നോക്കി നിരീക്ഷിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം പോയി കുളിച്ച് വന്നിട്ട് ഇടിയപ്പവും ചിക്കനും കഴിച്ചു. അതിൻ്റെ ഒപ്പം ഞാൻ തന്നെ ഉച്ചക്കത്തേക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന വഴുതനങ്ങയുടെ ഫ്രൈയും ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞാൻ ഉമ്മർത്ത് പോയി നോക്കുമ്പോഴാണ് പുള്ളി ഇപ്പോഴേ ഇരുന്ന് കുരുമുളക് അടർത്തുവാണെന്ന് കാണുന്നത്. സാധാരണ 2 ദിവസമൊക്കെ ഉണക്കിയിട്ടൊക്കെയാണ് അടർത്തിയെടുക്കാറ്. അങ്ങനെ ലാസ്റ്റ് എന്നോടും കൈവയ്ക്കാൻ പറഞ്ഞു. ഇരുന്ന് മടുത്തിട്ടാണേ കുറേ അടർത്തിയതുകൊണ്ട് കയ്യിൻ്റെ കളറും മാറിയിട്ടുണ്ട്.